ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവവചനത്തിനു വേണ്ടി നമുക്ക് കാതോർക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വചന ശുശ്രൂഷയുടെ സമയം ഞങ്ങളിൽ ഓരോരുത്തരിലും അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയുകയും അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനം, അതിൻ്റെ ആരംഭ ഭാഗം നമ്മുടെ ചിന്താവിഷയമാക്കുകയാണ്. വചനം ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. നമ്മളിന്ന് ഈ തിരുവചനം ചിന്താവിഷയമാക്കുമ്പോൾ വളരെ പ്രാധാന്യം ഉള്ള ഒരു ചിന്ത ഈ വചനഭാഗത്തുണ്ട്. മനുഷ്യർ ഒറ്റയ്ക്കാകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തൻ്റെ കഴിവിൽ ആശ്രയിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് ചുരുങ്ങി, ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്ന് പോലും അകന്ന് ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിനുള്ള എല്ലാ കഴിവുകളും മനുഷ്യനിന്നുണ്ട്. അറിവുണ്ട്, സമ്പത്തുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഈ സൗകര്യങ്ങളിൽ ആശ്രയിച്ച്, തൻ്റെ സമ്പത്തിൽ ആശ്രയിച്ച്, തൻ്റെ ജോലിയിൽ ആശ്രയിച്ച് തൻ്റെ ലോകത്ത് ഒതുങ്ങിക്കൂടി പറ്റുമെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും വളരെ ഉള്ളിലേക്ക് വലിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഈ സമയം ഉണ്ടാവേണ്ടതുണ്ട്. തിരുവചനത്തിൽ ദൈവമായ കർത്താവ് പറയുന്നത് മനുഷ്യർ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല, ഏകാന്തതയിൽ ജീവിക്കേണ്ടവരല്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതുപോലും സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ആ വിവരണത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവമായ കർത്താവ് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. പിന്നീട് നമ്മൾ കണ്ടുമുട്ടുന്നതും അവരാ കൂട്ടായ്മയിൽ പരസ്പരം ആശ്രയിച്ച്, പരസ്പര സ്നേഹം അനുഭവിച്ച്, പരസ്പരം ആസ്വദിച്ച്, മനുഷ്യജീവിതം അങ്ങനെയാണ്, കൂട്ടായ്മ പരസ്പരം ആസ്വദിച്ച്, കൂട്ടായ്മയുടെ ആ സ്നേഹം പരസ്പരം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഉൽപ്പത്തി പുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതും മനുഷ്യൻ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാതെ കൂട്ടായ്മയുടെ സ്നേഹം പങ്കുപറ്റി, കൂട്ടായ്മയിൽ സ്നേഹം പകുത്തു നൽകി, കൂട്ടായ്മയുടെ അനുഭവം സ്വീകരിച്ച്, കൂട്ടായ്മയുടെ അനുഭവം പകർന്നു കൊടുത്ത്, അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ദൈവം സ്വപ്നം കണ്ടതും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഇതിലേക്ക് നല്ലൊരു സൂചനയും നൽകുന്നുണ്ട്. അതായത് ദൈവമായ കർത്താവ് ആദ്യത്തെ പുരുഷൻ്റെ മുൻപിലേക്ക് അവൻ്റെ സ്ത്രീയെ, അവൻ്റെ ഭാര്യയെ ദൈവമായ കർത്താവ് ആനയിക്കുന്നുണ്ട്. ഇവൻ ആദ്യത്തെ ഈ സ്ത്രീയെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയെ കാണുമ്പോൾ, ഉൽപ്പത്തി 2:23, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കൂട്ടായ്മയുടെ ഒരു വലിയ ആസ്വാദ്യകരമായ വാക്കുകളുണ്ട്. അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണത്. ഉൽപ്പത്തി 2:23 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും, നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും. അതിനകത്ത് പോലൊരു കൂട്ടായ്മയുടെ ആസ്വാദ്യതയുണ്ട്. അവളും അവനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം ആ വാക്കുകൾക്കകത്തുണ്ട്. ആദമെന്ന ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഹൗവ എന്ന ഈ സ്ത്രീയോട് അനുഭവിക്കുന്ന കൂട്ടായ്മയുടെ വലിയൊരു ആഴം ആ വാക്കുകളിൽ പോലും ഉണ്ട്. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട്, എന്നിൽ നിന്ന് ഇവൾ എടുക്കപ്പെട്ടതുകൊണ്ട്, ആ വാക്കുപോലും അവനോട് ചേർത്താണ്. നാരി എന്നിവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും. അവൻ അവളിലേക്ക് ചേരുകയാണ്, മാറി നിൽക്കുകയല്ല, ഒറ്റയ്ക്ക് നിൽക്കുകയല്ല, അവൻ അവളിലേക്ക് ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൂട്ടായ്മയിൽ ഒരാൾ മറ്റൊരാളിലേക്ക് ചേർന്ന്, അത് അപ്പനും അമ്മയുമാവട്ടെ, അപ്പനും മകനുമാകട്ടെ, അമ്മയും മകനോ ആവട്ടെ, സഹോദരങ്ങൾ തമ്മിലാവട്ടെ, അയൽക്കാർ തമ്മിലാവട്ടെ, ജോലിസ്ഥലത്താവട്ടെ, പണിസ്ഥലത്താവട്ടെ, ഒരാൾ മറ്റൊരാളിലേക്ക് ചേർന്ന് മാത്രമേ ജീവിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എനിക്ക് അറിവുണ്ട്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എനിക്ക് പണമുണ്ട്, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. അങ്ങനെ എനിക്ക് എന്നോട് ചേർന്ന് ജീവിക്കാം. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഞങ്ങൾക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല.
അവർക്ക് അവരോട് മാത്രം ചേർന്ന് ജീവിക്കാം, സമൂഹത്തോട് ചേരാതെ ജീവിക്കാം. പക്ഷേ ഇവിടെ ദൈവമായ കർത്താവ് വരച്ചു വെച്ച മനുഷ്യ സമൂഹമെന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളിലേക്ക് ചേർന്ന് ജീവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വളരെ സുന്ദരമായ വാക്യമാണത്. അതിനാൽ പുരുഷൻ സ്ത്രീയോട് ചേരും. ഈ പരസ്പരം ചേരുന്ന ഒരു ജീവിതം നമുക്ക് അന്യമായാൽ, ഓരോരുത്തരും അവരവരുടെ കാലിൽ സ്വന്തം വഴിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും നഷ്ടപ്പെടും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ അവനിലേക്ക് ചുരുങ്ങുന്നതും ദൈവം ആരംഭിച്ച ഈ മനുഷ്യ കുടുംബത്തിൻ്റെ, മഹാകുടുംബത്തിൻ്റെ കൂട്ടായ്മ എന്ന സൗന്ദര്യം നഷ്ടപ്പെടുന്നതും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ മനുഷ്യൻ അവനിലേക്ക് ചുരുങ്ങുകയാണ്, അവനിലേക്ക് ഒതുങ്ങുകയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നത്: വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് ഏദൻ തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം മനുഷ്യർ കേട്ടു. പുരുഷനും അവൻ്റെ ഭാര്യയും രണ്ടായിപ്പോൾ. പുരുഷനും അവൻ്റെ ഭാര്യയും അവർ രണ്ടും രണ്ട് വ്യക്തികളായി, അവർ രണ്ട് വ്യക്തികളായിട്ട് അവരുടെ പ്രശ്നങ്ങളെ നേരിടുകയാണ്. ഇപ്പോൾ അവർ നേരിടുന്നത്, അവരുടെ പ്രശ്നങ്ങളെ അവർ നേരിടുന്നത് രണ്ടുപേരും രണ്ടായിട്ടാണ് നേരിടുന്നത്. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചു. രണ്ടുപേരും രണ്ടാണ്, രണ്ടുപേരും അവരുടെ വഴിയിലാണ്. അടുത്ത ചോദ്യം വളരെ ശ്രദ്ധേയമായ ചോദ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു. ദൈവത്തിൻ്റെ ചോദ്യം പുരുഷനോടാണ്. കാരണം അവൻ ഒറ്റയ്ക്കാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രയാസങ്ങളെ, അവൻ്റെ പ്രതിസന്ധികളെ അവൻ നേരിടുന്നത് ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ചോദ്യവും അവനോടാണ്. അവൻ പുരുഷനോട് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറയുന്നതും അവൻ്റെ പ്രശ്നമാണ്. അവൻ മറുപടി പറയുന്നത്, അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ. ഞാൻ അവൻ്റെ പ്രശ്നത്തെ നേരിടാൻ അവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ സങ്കടങ്ങളിൽ അവൻ മാത്രമേ ഉള്ളൂ. ഞാൻ തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം കേട്ടു, ഞാൻ പേടിച്ചൊളിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യ ചരിത്രത്തിൻ്റെ ദയനീയ ചിത്രമാണ്. അവൻ ഒറ്റയ്ക്കാവുക, പ്രശ്നങ്ങളിൽ അവൻ ഒറ്റയ്ക്കാവുക, സന്തോഷങ്ങളിൽ അവൻ ഒറ്റയ്ക്ക് സന്തോഷിക്കുക, സങ്കടങ്ങളിൽ അവൻ ഒറ്റയ്ക്കിരുന്ന് കരയുക. ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ ദയനീയ ചിത്രമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മറ്റൊരു മനുഷ്യനിലേക്ക് പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായമാണ്. ഇവിടെ നമുക്കൊരു സൂചന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നാൽ പിന്നെ അവൻ്റെ ജീവിതം ഒറ്റയ്ക്കാവും. പിന്നെ അവനൊരിക്കലും കൂട്ടായ്മ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു മനുഷ്യന് സ്വന്തം ഭാര്യയുടെ കൂട്ടായ്മ ആസ്വദിക്കാനാവില്ല. ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു യുവാവിന് അവൻ്റെ കുടുംബത്തിൻ്റെ കൂട്ടായ്മ അവൻ്റെ ജീവിതത്തിൽ ആസ്വദിക്കാനാവില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളം പേർ അവരുടെ ജീവിതങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ചിലർ ഒറ്റയ്ക്ക് ചുമക്കുന്നു, ജീവിതഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്നു, ഒറ്റയ്ക്ക് സഹിക്കുന്നു. ചിലർ ഒറ്റയ്ക്ക് സന്തോഷിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അബ്രാം എന്ന മനുഷ്യനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ്, അബ്രാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇവർക്ക് മക്കളില്ല. ഒരുപക്ഷെ അവരുടെ ദുഃഖത്തിൽ, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ അവരൊറ്റയ്ക്കാണ്. അവരുടെ സങ്കടത്തിൽ അവരൊറ്റയ്ക്കാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ഈ അബ്രാം എന്ന് പറയുന്ന ഈ ഒറ്റ മനുഷ്യന്, ഒരുപക്ഷെ അയാളുടെ സങ്കടങ്ങളിൽ അയാൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാകാം, ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് ദൈവമായ കർത്താവ് ഇറങ്ങി വരുന്നത്. അബ്രാമിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവദർശനമുണ്ടാവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രാമിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ
അവൻ്റെ ഹൃദയം മറ്റുള്ളവരിലേക്ക് താനെ തുറക്കും. അങ്ങനെ തുറക്കപ്പെടുന്നില്ലെങ്കിൽ അവനുണ്ടായ ദൈവാനുഭവം ശരിയായ ദൈവാനുഭവം അല്ല എന്നുകൂടി ഈ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബ്രാഹാമിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവാനുഭവം ഉണ്ടായപ്പോൾ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. 5-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഇനിമേൽ നീ അബ്രാം എന്ന ഒറ്റ മനുഷ്യൻ അല്ല, അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. ഇനി നീ അബ്രാം എന്ന് പേരുള്ള ഒരൊറ്റ മനുഷ്യനല്ല. അടുത്ത വാക്യം എന്താണ്? നിന്റെ പേര് അബ്രാഹം എന്നാണ്. പേര് മാറുകയാണ്. പേര് മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആള് മാറുകയാണ്, സ്വഭാവം മാറുകയാണ്, ചിന്ത മാറുകയാണ്, വീക്ഷണം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവമുണ്ടായ അബ്രാം എന്ന ആ ഒറ്റ മനുഷ്യൻ്റെ ഹൃദയം മറ്റാരിലൊക്കെയോ തുറക്കുകയാണ്, അബ്രാഹമാവുകയാണ്, ജനതതികളുടെ പിതാവാവുകയാണ്. ഇനി അബ്രാമിൻ്റെ ഹൃദയത്തിൽ അബ്രാമിൻ്റെ ഭാരങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇനി അബ്രാമിൻ്റെ ഹൃദയത്തിൽ തനിക്ക് മക്കളില്ലല്ലോ എന്ന തൻ്റെ വ്യക്തിപരമായ ദുഃഖം മാത്രമല്ല ആ ഹൃദയത്തിലുള്ളത്. പകരം ആരുടെയൊക്കെയോ ദുഃഖങ്ങൾ ആ മനുഷ്യൻ്റെ ഹൃദയ ദുഃഖങ്ങളായി മാറി. ഇതാണ് ദൈവാനുഭവം. ദൈവത്തെ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അയാളിലേക്ക് മാത്രം ചുരുങ്ങുകയല്ല, അയാളുടെ ഹൃദയം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുകയാണ്. ചുറ്റുമുള്ളവരിലേക്ക്, ചുവട്ടിലുള്ളവരിലേക്ക്, അരികത്തുള്ളവരിലേക്ക്, അപ്പുറത്തുള്ളവരിലേക്ക്, അയൽപക്കത്ത് താമസിക്കുന്നവരിലേക്ക് ഒക്കെ ഹൃദയം വ്യാപിക്കുകയാണ്. അതിനൊരു ഉദാഹരണം നമുക്ക് കാണാം. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ അബ്രാം എന്ന മനുഷ്യൻ, ഒറ്റ മനുഷ്യൻ അബ്രാഹമായി മാറി എന്നതിൻ്റെ സൂചന കൃത്യമായി നൽകുന്നുണ്ട്. സോദോം ഗോമോറ പ്രദേശത്തെയും അതിൽ വസിക്കുന്നവരെയും ദൈവം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മനുഷ്യൻ അബ്രാമായിരുന്നെങ്കിൽ, അയാളുടെ ഭാരവും അയാളുടെ ദുഃഖവും മാത്രം ചുമക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ, നമ്മളിവിടെ കാണുന്നത് പോലെ അബ്രാഹത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ കിടന്ന് കെഞ്ചേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ അബ്രാഹം കെഞ്ചുന്നത് തനിക്ക് വേണ്ടിയല്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രാഹം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു, ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ? ഇവിടെ കണ്ട, അബ്രാഹം എന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു പറ്റം ജനങ്ങൾ ജീവിക്കുകയാണ്. ഇനി അബ്രാഹം തൻ്റേതല്ല, മറ്റാരുടേതോ ആണ്. അവർക്ക് വേണ്ടി കെഞ്ചുകയാണ്. 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ നീ ആ നഗരത്തെ നശിപ്പിക്കുമോ? നശിപ്പിക്കരുത്. ആ ജനത്തെ നീ നശിപ്പിക്കരുത്. ഒരു മനുഷ്യ സമൂഹത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന, ഒരു മനുഷ്യ സമൂഹത്തെ മുഴുവനും ഹൃദയത്തിൽ പേറുന്ന ഒരു വ്യക്തി, അതാണ് ദൈവാനുഭവമുള്ള വ്യക്തിയുടെ അടയാളം. അപ്പോൾ നമ്മുടെ ദൈവാനുഭവത്തിൻ്റെ അടയാളം എത്രത്തോളം എൻ്റെ ഹൃദയം മറ്റുള്ളവരിലേക്ക് നീണ്ടു എന്നത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ദൈവാനുഭവത്തിൻ്റെ അടയാളം. ഇത് തന്നെ പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. മോശ എന്ന മനുഷ്യൻ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ, അതിനു മുൻപ് 1-2 അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ? മോശ എന്ന മനുഷ്യൻ, അയാൾ ഒറ്റയ്ക്കാണ്, അയാളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അയാൾ ഒറ്റയ്ക്കാണ്. ഫറവോയുടെ മകളുടെ മകനായി അദ്ദേഹം കൊട്ടാരത്തിൽ വസിക്കുന്നു. പക്ഷേ ഈ മോശയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ദൈവാനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, മോശ ആടിനെ തീറ്റിക്കൊണ്ട് ആ മലയുടെ അടിവാരത്തിൽ നിൽക്കുമ്പോൾ അങ്ങ് മലമുകളിൽ കണ്ട ഒരു ദൈവദർശനമാണ് മോശയുടെ ജീവിതത്തിലെ ആദ്യ ദൈവിക ഇടപെടൽ. മോശ തിരിച്ചറിഞ്ഞ ഇടപെടൽ. അവിടെ മോശ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു, അവിടെ മോശ ദൈവത്തെ അനുഭവിക്കുന്നു, അവിടെ മോശ ദൈവത്തെ കാണുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും സമാനമായ സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ദൈവാനുഭവം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ മോശ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടായപ്പോൾ മോശ മറ്റാരുടേതോ ആയി പിന്നീട് അങ്ങ് മാറുകയാണ്. പിന്നീട് മോശയുടെ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഈജിപ്തിലെ ഫറവോമാരുടെ അടിമത്തത്തിൽ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന ഇസ്രായേൽക്കാരുടെ നൊമ്പരങ്ങളാണ് ഇയാളുടെ നൊമ്പരങ്ങൾ. അതാണ് മോശയുടെ ദൈവാനുഭവത്തിൻ്റെ പ്രത്യേകത.
അവിടെ കിടന്ന് മേലാളന്മാരുടെ ക്രൂരത നിമിത്തം വിലപിക്കുന്ന മനുഷ്യരുടെ നൊമ്പരങ്ങൾ മോശയുടെ നൊമ്പരങ്ങളാണ്. പിന്നെ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് മോശ. പിന്നെ മോശ കരയുന്നത് അവർക്ക് വേണ്ടിയാണ്. പിന്നെ മോശയുടെ നിലപാടുകൾ അവർക്ക് വേണ്ടിയാണ്. പിന്നെ മോശ ധൈര്യശാലിയാകുന്നത് അവർക്ക് വേണ്ടിയാണ്. പിന്നെ മോശ കരങ്ങൾ ഉയർത്തുന്നത് അവർക്ക് വേണ്ടിയാണ്. പിന്നെ ജീവിതം അവർക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള ഹൃദയത്തിൽ മുഴുവൻ അവരാണ്. അതുകൊണ്ടാണല്ലോ സീനായ് മലമുകളിൽ നിന്ന് മോശ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ജനം ദൈവത്തിൻ്റെ ജനം, അത് തൻ്റെയും കൂടി ജനമാണ്. മോശയ്ക്ക് അങ്ങനെ തോന്നി, ഇത് ദൈവത്തിൻ്റെ ജനം മാത്രമല്ല, തൻ്റെയും കൂടി ജനമാണ്. ആ ജനം കഴുത്തിലും കാതിലും കിടന്ന സ്വർണം പറിച്ചെടുത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കമന്ന് വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ മോശ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ചങ്ക് പൊട്ടുന്നുണ്ട്, തൻ്റെ ജനമായതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവം ഉണ്ടാകുന്ന വ്യക്തി സമൂഹത്തിൽ നിന്നും അകന്നു പോകുക അല്ല ചെയ്യേണ്ടത്, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടാവാം. വ്യത്യസ്ത മത ആചാരങ്ങളുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ടാവാം. അവരിലേക്ക് അകന്നു പോവുക എന്നതിൽ നിന്നപ്പുറത്ത് അവരിലേക്ക് അടുത്തു ചെല്ലുക എന്നതാണ്. ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ്. അവർ ആയി മാറുക എന്നതാണ്. ഞാനല്ല, അവർ ആയി മാറുക. പിന്നെ എൻ്റെ ഹൃദയത്തിൽ അവരുണ്ടാവണം. സുന്ദരമായ ചില അനുഭവങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ വളരെ മനോഹരമായ പ്രാർത്ഥന, ഒരുപക്ഷെ തൻ്റെ വിടവാങ്ങൽ കാലഘട്ടങ്ങളിൽ ഈശോ നടത്തിയ വളരെ സുന്ദരമായ പ്രാർത്ഥന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ 21 വാചകങ്ങൾ പറഞ്ഞ് ഈശോ പ്രാർത്ഥിക്കുകയാണ്. 21 വാചകങ്ങൾ പറഞ്ഞ് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ 21 വാചകങ്ങൾക്കകത്ത് 43 വട്ടം ഈശോ ആവർത്തിക്കുന്ന പദമാണ് അവർ. 21 വാചകങ്ങൾ പറഞ്ഞ് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ 43 പ്രാവശ്യം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ചാടുന്ന വാക്കാണ് അവർ. അപ്പോൾ ഈശോയുടെ ഹൃദയം മുഴുവൻ ആരാണ്? അവരാണ്. ആര്? ഈ ലോകത്തിൽ ദൈവം, പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ജനം, അവരാണ് ഈശോയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈശോ സഹിച്ചത് ഈ അവരെ ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ്. ഈശോ കുരിശ് ചുമന്നത് ഈ അവരെ ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ്. ഈശോ കുരിശിൽ മരിച്ചത് ഈ അവരെ ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ദൈവം മാത്രമല്ല കയറേണ്ടത്, ദൈവത്തോടൊപ്പം അവരും മനുഷ്യ സമൂഹവും ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ദൈവാനുഭവത്തിന് കാതലായ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വളരെ എളുപ്പമാണ് പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും അകമ്പടിയോടെ എൻ്റെ ജീവിതവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഭക്തിയും എൻ്റെ വിശ്വാസവും ആയി ജീവിക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ഇടം കൊടുക്കുമ്പോൾ ദൈവത്തോടൊപ്പം എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പൊന്നോമന മക്കൾ, എനിക്ക് ചുറ്റും താമസിക്കുന്ന, എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ബന്ധുജനങ്ങളിൽപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലങ്ങളിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന, അതല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ചുറ്റും ഇല്ലായ്മയുടെ നൊമ്പരം പേറി ജീവിക്കുന്ന, ദാരിദ്ര്യത്തിൻ്റെ ദുരന്ത അനുഭവങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളും എൻ്റെ ഹൃദയത്തിൽ കയറുന്നില്ലെങ്കിൽ, അവർ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്നില്ലെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ട് എന്ന് പറയുന്നത് യാക്കോബ് ശ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് വഞ്ചനയായി മാറും എന്ന് നമ്മളെ തന്നെ ആത്മശോധന ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ചിത്രം കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഗുരു ചെന്ന് നിൽക്കുന്നത് ഒരു വീട്ടുമുറ്റത്താണ്, സങ്കടക്കടൽ ആയ വീട്ടുമുറ്റത്ത്. ആങ്ങള മരിച്ച സങ്കടത്തിൽ വാവിട്ട് നിലവിളിക്കുന്ന 2 പെങ്ങന്മാരുടെ മുൻപിലേക്ക് ചെന്ന് നിൽക്കുന്ന ഗുരു
ആ വീട്ടുമുറ്റത്ത് നിന്ന് അവരുടെ നിലവിളിയോട് കൂടി വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. യേശു കരഞ്ഞു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഹൃദയനൊമ്പരങ്ങൾ യേശുവിൻ്റെ ഹൃദയത്തിലായി, അവരുടെ നൊമ്പരങ്ങൾ യേശുവിൻ്റെ ഹൃദയത്തിലായി എന്നതിന് ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും താമസിക്കുന്ന മനുഷ്യർ ധാരാളം പ്രതിസന്ധികളിലും ധാരാളം പ്രശ്നങ്ങളിലും ധാരാളം പ്രയാസങ്ങളിലുമാണ്. നമുക്ക് തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കേരളക്കരയെ കരയിപ്പിച്ചുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് മനുഷ്യൻ്റെ സ്വപ്നങ്ങളെ തകർത്തത്. അവനുള്ളതിനെയും അവൻ്റെ വലകളും അവൻ്റെ ബോട്ടുമൊക്കെ തകർത്ത് അവൻ്റെ സ്വന്തക്കാരെ, ഭാര്യയുടെ നിന്നും ഭർത്താവും അല്ലെങ്കിൽ മക്കളുമൊക്കെ നഷ്ടപ്പെട്ടത്. ഏങ്ങലടികളും വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ട് ഒരു പറ്റം മനുഷ്യർ തീരദേശങ്ങളിൽ ജീവിച്ചു, ഇപ്പോഴും ജീവിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ എത്രത്തോളം അവരുടെ നൊമ്പരം നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അത് ഏങ്ങലടികളായിട്ട് മാറുന്നുണ്ട്. അവരുടെ നൊമ്പരം എൻ്റെ ഹൃദയത്തിൻ്റെ ഏങ്ങലടികളായിട്ട്. ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളി എൻ്റെ സ്വസ്ഥതയെ എത്രത്തോളം കെടുത്തിയിട്ടുണ്ട്. അതോ ഇതൊക്കെ ഒരു വശത്ത് കേരളത്തിൽ നടക്കുമ്പോഴും ഞാൻ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസവും എൻ്റെ ജോലിയും എൻ്റെ കൃഷിയും എൻ്റെ കച്ചവടവുമായി വളരെ സ്വസ്ഥമായിട്ട് എൻ്റെ പള്ളിയും എൻ്റെ പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് ഞാൻ വളരെ സ്വസ്ഥമായിട്ട്, ഒരുപക്ഷെ അവർക്ക് വേണ്ടിയുള്ള പണപ്പിരിവിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് 10, 100, 200, 500 കൊടുത്ത് വളരെ സ്വസ്ഥമായി ഞാൻ ജീവിക്കുന്നെങ്കിൽ, ഇന്നും എൻ്റെ സ്വസ്ഥതയെ അവരുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളി അസ്വസ്ഥതപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഇങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന മനുഷ്യൻ്റെ 100 കൂട്ടം പ്രശ്നങ്ങൾ, പാർപ്പിടമില്ലാത്ത മനുഷ്യൻ്റെ പ്രശ്നവും, ഒരുപക്ഷെ അങ്ങകലെ ചില അഭയാർത്ഥികൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇടം കിട്ടാൻ വേണ്ടി അലഞ്ഞ് അവരുടെ കയ്യിലുള്ളതും വീട്ടിലുള്ളതും എല്ലാം തോൾ സഞ്ചിയിലാക്കി അല്ലെങ്കിൽ തലച്ചുമുടാക്കി അഭയാർത്ഥികളായി ഒരു രാജ്യത്ത് ഇടം കിട്ടാതെ അലഞ്ഞു നടക്കുമ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും അസ്വസ്ഥതപ്പെടുത്താതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടൊപ്പം മനുഷ്യർ കയറിയിട്ടില്ല എന്നല്ലേ? പ്രിയമുള്ളവരെ, ദൈവത്തോടൊപ്പം മനുഷ്യർ നമ്മുടെ ഹൃദയത്തിൽ കയറുമ്പോൾ മാത്രമാണ് അവരുടെ ദുഃഖങ്ങൾ നമ്മുടെ സ്വസ്ഥതയെ ചിലപ്പോഴെങ്കിലും ഒന്ന് തട്ടി വേദനിപ്പിക്കുമ്പോൾ മാത്രമാണ്, അവരുടെ അടക്കിപ്പിടിച്ച കരച്ചിലിനോടൊപ്പം നമ്മുടെ ഹൃദയത്തിലും ചില ഏങ്ങലടികൾ ഉയരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ അവർ വസിക്കുന്നത്, കൂടെ ദൈവം വസിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മനുഷ്യരെ ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ ഉള്ള വലിയ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തോടൊപ്പം മനുഷ്യരും ഞങ്ങളുടെ ഹൃദയത്തിൽ, അവരുടെ പ്രശ്നങ്ങളും അവരുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കണ്ണുകൾ അവരിലേക്കും അവരുടെ ദുഃഖങ്ങളിലേക്കും നോക്കി അവരുടെ വേദനകളോടൊപ്പം കൂടെ കരയാൻ ഉള്ള വലിയ കൃപാവരം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.